ഇപ്പോൾ ഫെഫ്ക ജനറൽ ബോഡി യോഗത്തിന് ശേഷം ബി ഉണ്ണികൃഷ്ണൻ സംസാരിക്കുകയാണ്. 18 അംഗ സംഘടനകളുടെ പ്രതിനിധികൾ ചേർന്ന് ഏകകണ്ഠമായി പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുത്തു. പുതിയ ഭരണസമിതി പ്രസിഡന്റ് ശ്രീ സിബി മലയിലാണ്. ജനറൽ സെക്രട്ടറിയായി ബി ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡൻസ് സെവനാട്സ് മോഹൻ, എസ് എൻ സ്വാമി, ശ്രീമതി ഭാഗ്യലക്ഷ്മി, ശ്രീ ജാഫർ, ശ്രീ ഇന്ദ്രൻസ് ജയൻ. ജോയിൻറ്റ് സെക്രട്ടറിമാരായിട്ട് അതിനു മുമ്പ് വർക്കിംഗ് സെക്രട്ടറി, ജനറൽ സെക്രട്ടറിയുടെ മുഴുവൻ സമയ ഇതിനകത്തുള്ള ഇൻവോൾവ്മെൻറ്റ് കുറയ്ക്കാനായി ഞങ്ങൾക്ക് വർക്കിംഗ് സെക്രട്ടറി എന്നൊരു സംവിധാനമുണ്ട്. വർക്കിംഗ് സെക്രട്ടറിയായി ശ്രീ അരോമ മോഹൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ജോയിൻറ്റ് സെക്രട്ടറിമാരായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ശ്രീ അനിൽ, ശ്രീ കോളിൻസ്, ശ്രീ ജി എസ് വിജയൻ, ശ്രീ രഞ്ജൻ എബ്രഹാം, ശ്രീ എ കെ സാജൻ. ഫെഫ്കയുടെ പുതിയ ട്രഷറർ ശ്രീ സതീശനാണ്. ഇത് ഏകകണ്ഠമായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഫെഫ്കയുടെ ആരംഭകാലം മുതൽ ഏതാണ്ട് 8 വർഷം 4 തവണയോളം ഞാനും ശ്രീ സിബി മലയിലും ഇതിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. ഏതാണ്ട് 8 മാസം മുമ്പ് ഞങ്ങളുടെ ചുമതലകളിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കണമെന്ന് ഞങ്ങൾ ജനറൽ കൗൺസിലിനോട് അഭ്യർത്ഥിച്ചു. മലയാള സിനിമയിൽ തുടർച്ചയായിട്ട് 3-ാം തവണ വിജയകരമായി അടിസ്ഥാനവർഗ തൊഴിലാളികളുടെ വേതന വർധനവ് നടപ്പിലാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ആ അഭ്യർത്ഥന മുമ്പോട്ട് വെച്ചത്. മറ്റൊന്നും കൊണ്ടല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ പലതരത്തിലുള്ള വിഭിന്നങ്ങളായിട്ടുള്ള ഒരുപാട് കർമ്മമേഖലകളിൽ ഞങ്ങൾ രണ്ടുപേരും വ്യാപൃതരായിരിക്കുമ്പോൾ മുഴുവൻ സമയവും കഴിഞ്ഞ 8 വർഷം നടത്തിയ പ്രവർത്തനങ്ങൾ അതേ വേഗതയോടെ നടത്താൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നുള്ളൊരു ബോധ്യത്തിൽ സംഘടനയോട് ഞങ്ങൾ പറഞ്ഞത് തൽക്കാലം ഞങ്ങളെ ഒന്ന് ഒഴിവാക്കൂ, പിന്നീട് നമുക്ക് ആലോചിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും ശ്രീ സിബി മലയിലും ഞാനും ഞങ്ങളെ ഒരു ടേം കൂടി ഒന്ന് വിശ്രമിക്കാൻ അനുവദിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചെങ്കിലും ഞങ്ങളുടെ സംഘടന ഞങ്ങളോട് ആവശ്യപ്പെട്ടത് മലയാള സിനിമ അങ്ങേയറ്റം ഒരു പ്രതിസന്ധിയെ നേരിടുന്ന കാലഘട്ടമാണിപ്പോൾ. അപ്പോൾ ഏതാണ്ട് 4 ടേമോളം ഫെഫ്കയെ നയിച്ച് പരിചയമുള്ള നിങ്ങൾ തന്നെ ഈ സ്ഥാനത്തേക്ക് തിരിച്ചു വരണമെന്നും കൂടാതെ ഞങ്ങൾക്ക് ഈ ഡേ ടു ഡേ ഈ ദൈനംദിന കാര്യങ്ങളിൽ നിന്നും ഞങ്ങളെ സഹായിക്കാനായിട്ട് ജോയിൻറ്റ് സെക്രട്ടറിമാരുടെയും വർക്കിംഗ് സെക്രട്ടറിയുടെയും ഉറച്ച പിന്തുണയുണ്ടാവും. യൂണിയനുകൾ ജോയിൻറ്റ് സെക്രട്ടറിമാർ ചേർന്ന് ഓരോ യൂണിയനും ഡിവൈഡ് ചെയ്തെടുക്കാം അവരുടെ ദൈനംദിന ജോലികളുടെ ഉത്തരവാദിത്വം എന്നുള്ള ഒരു പുതിയ ഭരണ സംവിധാനം ഈ ജനറൽ കൗൺസിൽ നിർദ്ദേശം വെച്ചതിനെ തുടർന്നാണ് ഞങ്ങൾ അവരുടെ ഈ ആവശ്യത്തിന് ഞങ്ങൾ രണ്ടുപേരും തയ്യാറായത്. അപ്പോൾ ഒരിക്കൽ കൂടി ഫെഫ്കയുടെ നേതൃത്വം ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ സഹപ്രവർത്തകരോട് അവരുടെ വിശ്വാസത്തിന് ശ്രീ സിബി മലയിലും ഞാനും നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് ഇപ്പോൾ മലയാള സിനിമ ചിത്രീകരണമില്ല. 16-ന് ശേഷം പുതിയ ചിത്രങ്ങൾ ചിത്രീകരണം നടക്കുന്നില്ല. ഞങ്ങളുടെ തൊഴിലാളികൾക്കും സാങ്കേതിക പ്രവർത്തകർക്കും തൊഴിൽ നഷ്ടമുണ്ടായിരിക്കും. 16-ന് ശേഷം പുതിയ പടങ്ങളൊന്നും ചിത്രീകരണം നടക്കുന്നില്ല. ഒപ്പം ഞങ്ങളുടെ ആയിരക്കണക്കിന് തൊഴിലാളികളും അവരിലെ ഏറ്റവും പ്രബല വിഭാഗമായിട്ടുള്ള സംവിധായകരും അഹോരാത്രം പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ചിത്രങ്ങൾ തിയേറ്ററിലെത്താൻ കഴിയാതെ പെട്ടിയിലിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. പെട്ടിയെന്ന് പറയുന്ന ഒരു സാങ്കല്പിക പെട്ടിയാണ്. കാരണം ഇപ്പോൾ ഡിജിറ്റൽ കാലഘട്ടത്തിലാണ് നമ്മൾ എന്ന് നമുക്കറിയാം. ഹാർഡ് ഡിസ്കിലിരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കാം കുറേ കൂടി ശരി. ഞങ്ങൾ ഈ വിഷയത്തിൽ പരസ്യമായൊരു നിലപാട് മാധ്യമങ്ങളിലൂടെ എടുക്കാഞ്ഞത് ബോധപൂർവമാണ്. ഞങ്ങളുടെ നിലപാടുകൾ ഞങ്ങൾ എക്സിബിറ്റേഴ്സ് ഫെഡറേഷനെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനെയും സർവോപരി സർക്കാരിനെയും അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരു പൊതുസംവാദത്തിന് തയ്യാറാകാത്തത് നിങ്ങൾക്കറിയാവുന്നതുപോലെ
പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഈ വ്യവസായത്തെയും ഈ കലാരൂപത്തെയും വലിയ രീതിയിലുള്ള ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് വാദപ്രതിവാദങ്ങൾ നടത്തുകയും നമ്മളുടെ ഈ വ്യവസായത്തെ, ഈ കലാരൂപത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ വിലയിടിച്ച് കാണിക്കാനും അതിൽ പങ്കാളികളാവാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നിർമ്മാതാക്കളും വിതരണക്കാരും ഒരു ഭാഗത്തും എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ മറുഭാഗത്തും നിലയുറപ്പിക്കുന്ന ഒരു ട്രേഡ് ഡിസ്പ്യൂട്ടാണ്. തികച്ചും വാണിജ്യപരമായിട്ടുള്ള നീക്കുപോക്കുകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു തർക്കമാണിപ്പോൾ നിലവിലുള്ളത്. ഒരു തൊഴിലാളി സംഘടന എന്ന നിലയിൽ ഞങ്ങൾക്ക് അതിനകത്ത് കൃത്യമായി ഒരു പക്ഷം ചേർന്നുകൊണ്ട് ഇങ്ങനെ തന്നെ ആ തിയേറ്ററിൽ നിന്നുള്ള വിഹിതം ഇന്ന രീതിയിൽ വിഭജിക്കപ്പെടണം എന്ന് നിർദ്ദേശിക്കുന്നതിന് ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. പക്ഷെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ അറിയിച്ചിരിക്കുന്നത്, മലയാള സിനിമകൾക്ക് തിയേറ്ററിലെത്തി ജനങ്ങൾ കാണാനുള്ള അന്തരീക്ഷം സംജാതമാകണം. അങ്ങനെ ഒരു അന്തരീക്ഷം സംജാതമാകണമെങ്കിൽ, തടസ്സമില്ലാതെ ചിത്രീകരണം തുടരണമെങ്കിൽ തീർച്ചയായിട്ടും നിലനിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, ഒരു തൽസ്ഥിതി നിലനിർത്തിക്കൊണ്ട്, സ്റ്റേറ്റസ് കോ നിലനിർത്തിക്കൊണ്ട്, ഗവൺമെൻറ് പറഞ്ഞതുപോലെ എല്ലാ പ്രശ്നങ്ങളെയും ഒരു വിദഗ്ധ സമിതി പഠിക്കുകയും അതിന് കൃത്യമായ ഒരു സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് ആ കാര്യത്തിനകത്ത് ഒരു തീർപ്പുണ്ടാക്കുകയുമാണ് വേണ്ടത്. ആശയപരമായി നിർമ്മാതാക്കൾ മുമ്പോട്ട് വച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം നിങ്ങളോട് പറയാം. ഫെഫ്കയുടെ എംപ്ലോയർ എന്ന് പറയുന്നത് മലയാള സിനിമയിലെ നിർമ്മാതാക്കളാണ്. ഞങ്ങൾ തൊഴിലാളി സംഘടനയാണ്. ഞങ്ങൾക്ക് ശമ്പളം തരുന്ന, വേതനം തരുന്നത് നിർമ്മാതാക്കളാണ്. ഞങ്ങൾക്ക് നേരിട്ട് ഇടപാടുള്ളത് നിർമ്മാതാക്കളുമായി മാത്രമാണ്. ബാക്കിയുള്ള ഒരു സംഘടനയുമായി ഞങ്ങൾക്ക് നേരിട്ട് ഇടപാടില്ല. തീർച്ചയായും നിർമ്മാതാക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ ചലച്ചിത്ര വ്യവസായം മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിർമ്മാതാക്കളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സംഘടനയല്ല ഫെഫ്ക. ഈ തരുണത്തിൽ അത് പറയാതിരിക്കാൻ കഴിയില്ല. ഫെഫ്ക ഒരിക്കലും കഴിഞ്ഞ കാലങ്ങളിൽ ഫെഫ്കയുടെ ഉണ്ടായ ദിവസം മുതൽ ഇന്ന് വരെയുള്ള പ്രവർത്തനം എടുത്തു നോക്കിയാൽ ഫെഫ്ക ഒരു ദിവസം പോലും സമരം ചെയ്തിട്ടില്ല. ഇവിടെ സമരം ചെയ്യുന്നത് മുഴുവനും മുതൽ മുടക്കുന്നവരും മറ്റുള്ളവരുമാണ്. അപ്പോൾ തൊഴിലാളി സംഘടന സമരം ചെയ്യാത്തതും എന്നാൽ മറ്റുള്ളവർ സമരത്തിൽ ഏർപ്പെടുന്നതുമായിട്ടുള്ള വിചിത്രമായൊരു അവസ്ഥ ഇന്ന് മലയാളത്തിലുണ്ട്. അപ്പം ഞങ്ങളുടെ പ്രതിബദ്ധത തീർച്ചയായും നിർമ്മാതാക്കളാണ്. നിർമ്മാതാക്കൾ നിലനിന്നേ പറ്റുകയുള്ളൂ. ഇത് പറയുന്നതിനർത്ഥം നിർമ്മാതാക്കളും വിതരണക്കാരും എക്സിബിറ്റേഴ്സ് ഫെഡറേഷനും ഈ രംഗത്ത് നിലനിൽക്കുന്ന സഹോദര സംഘടനകളാണെന്നുള്ള വസ്തുത ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് കാര്യങ്ങൾ സംസാരിക്കുകയും തീരുമാനിക്കുകയും ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക്, ഒരു അന്തരീക്ഷം സംജാതമാകണമെന്ന് ഫെഫ്ക ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഫെഫ്ക ഈ വിവരം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ്റെ നേതൃത്വവുമായി ശ്രീ ലിബർട്ടി ബഷീറായും ശ്രീ വിജയകുമാറായും അതിൻ്റെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറിയുമായും സംസാരിച്ചിട്ടുണ്ട്. ശ്രീ രഞ്ജിത്തായും ശ്രീ സുരേഷ് കുമാറായും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ശ്രീ സിയാദ് കോക്കറായും ശ്രീ ഹംസയുമായും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവരോട് പറഞ്ഞത്, നിങ്ങളിരുന്നാൽ അരമണിക്കൂർ കൊണ്ട് തീരുന്ന കാര്യമേ ഇതിനകത്തുള്ളൂ. തൽക്കാലം നമുക്ക് ഒരു സ്റ്റേറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ്റെ ഡിമാൻഡ്, ആ ഡിമാൻഡ് എക്സിബിറ്റേഴ്സ് ഫെഡറേഷന് മാത്രമല്ല ഉള്ളത്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഡിമാൻഡുണ്ട്. കാരണം ഈ തിയേറ്ററുകളുടെ ഗുണനിലവാരം കൂട്ടുക തുടങ്ങിയ കാര്യങ്ങളിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ചില ഡിമാൻഡുകളുണ്ട്. ഈ രണ്ട് ഡിമാൻഡുകളും ശാസ്ത്രീയമായി വിശകലനം ചെയ്തുകൊണ്ട് ഒരു മാർഗരേഖ സർക്കാർ അപ്പോയിൻ്റ് ചെയ്യുന്ന ഒരു കമ്മിറ്റിക്ക് തയ്യാറാക്കാൻ കഴിയുമെങ്കിൽ അതിനെ നിരുപാധികം സിനിമാ രംഗത്തെ മുഴുവൻ സംഘടനകളും സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള ആദ്യപടിയായി സംയുക്തമായി ഇന്ന് സമരമുഖത്തുള്ള സംഘടനകൾ തീരുമാനിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. മലയാള സിനിമ പ്രദർശിപ്പിച്ചു തുടങ്ങണം. മലയാള ചിത്രങ്ങളുടെ ചിത്രീകരണം ഒട്ടും വൈകാതെ തന്നെ ആരംഭിക്കണം. അതിന് തൽസ്ഥിതി തുടരുക എന്നുള്ള ഒരു സൊല്യൂഷനിലേക്ക് മടങ്ങണം. അങ്ങനെ വരുമ്പോൾ ഏകപക്ഷീയമായ ഒരു കീഴടങ്ങലിൻ്റെ സ്വഭാവമുണ്ട് എന്ന് ചില സംഘടനകൾക്കെങ്കിലും തോന്നാം. അതിന് ചില നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ
ബന്ധപ്പെട്ട സംഘടനകളെ അറിയിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം അതൊരു ട്രേഡ് നിർദ്ദേശമായതുകൊണ്ട് ഞങ്ങൾ ബന്ധപ്പെട്ട സംഘടനകളെ അറിയിച്ചിട്ടുണ്ട്. അവർ അതിനകത്തൊരു തീരുമാനം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തീരുമാനം അവരുടേത് മാത്രമാണ്. ഈ വിഷയത്തിൽ ഫെഫ്കയ്ക്ക് മറ്റു ചിലത് കൂടി പറയാനുണ്ട്. ഇവിടെ തിയേറ്റർ വിഹിതത്തെ ചൊല്ലിയാണ് ഇപ്പോൾ ഒരു വലിയ തർക്കം നടക്കുന്നത്. ചില മൗലികമായ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോവുകയാണ്. നമ്മളിപ്പോൾ തമിഴ് ചിത്രങ്ങളും തെലുങ്ക് ചിത്രങ്ങളും വിദേശ ചിത്രങ്ങളും ഹിന്ദി ചിത്രങ്ങളും ഒക്കെ നമ്മളുടെ തിയേറ്ററുകൾ കീഴടക്കുകയും മലയാള സിനിമ പ്രദർശിപ്പിക്കാത്തതുമായിട്ടുള്ള നിർഭാഗ്യകരമായ ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മളെല്ലാവരും വളരെ പ്രതിഷേധത്തോടെ സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിന് വെളിയിൽ കർണാടകയിലും ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലും തമിഴ്നാട്ടിലും നിലനിൽക്കുന്നത് പോലെ സ്വന്തം ഭാഷയ്ക്ക് എന്തുകൊണ്ട് നമ്മൾ നികുതി ഇളവിനെ കുറിച്ച് ആലോചിക്കുന്നില്ല? ഈ നികുതി ഇളവ് എന്നുള്ളത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള ഒരു സമര പരിപാടിക്ക് സാധിക്കുമെങ്കിൽ അതായിരിക്കാം ഏറ്റവും വലിയ നേട്ടം. ഈ നികുതി ഇളവ് വഴി നിർമ്മാതാക്കൾക്കുണ്ടാകുന്ന ലാഭം അല്ലെങ്കിൽ എക്സിബിറ്റേഴ്സിനുണ്ടാകുന്ന ലാഭം എന്ന് പറയുന്നത് കോടികളാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് തവണ ആവശ്യപ്പെട്ടിട്ടുള്ള സംഗതിയാണ് മലയാള ചിത്രങ്ങൾക്ക് നികുതി ഇളവ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ തിയേറ്റർ വിഹിതവും മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യേണ്ട ഒരു സംഗതിയാണ്. മലയാള സിനിമാ വ്യവസായത്തിനെ ഏറ്റവും അധികം കൈത്താങ്ങാകാൻ സാധ്യതയുള്ള ഒരു കർമ്മ പരിപാടിയായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നികുതി ഇളവ് അനുവദിച്ചെടുക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുക എന്നുള്ളത്. മറ്റു കാര്യങ്ങൾ സർക്കാരിനോട് ചർച്ച ചെയ്യുമ്പോൾ നികുതി ഇളവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു അത് ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ച അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഈ വ്യവസായത്തെ അഭിവൃദ്ധിപ്പെടുത്തും എന്നുള്ളതിന് സംശയമില്ല. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ പോകുമ്പോൾ ഏറ്റവും എക്സ്പെൻസീവായിട്ട് വരുന്നൊരു സംഗതിയാണ് DCP എന്നുള്ളത്, ഡിജിറ്റൽ സിനിമ പാക്കേജ്. അത് സ്വകാര്യ കമ്പനികളുടെ നിയന്ത്രണത്തിലാണ് ഇന്ന്. ഏതാനും ചില സ്വകാര്യ കമ്പനികളുടെ നിയന്ത്രണത്തിലാണ്. അവർ ഒരു ഭീമമായ തുകയാണ് നിർമ്മാതാവിൽ നിന്നും വിതരണക്കാരിൽ നിന്നും ഈടാക്കുന്നത്. മലയാള സിനിമയിലെ ട്രേഡ് ബോഡീസിന് മുഴുവനും സംയുക്തമായ ഒരു ഫോറം ഉണ്ടാക്കുകയും ഈ ഡിജിറ്റൽ സിനിമ പാക്കേജ് അതിൻ്റെ ഒരു മാസ്റ്ററിങ്ങിന് വേണ്ടി ഒരു സംവിധാനത്തിലേക്ക് അവർക്ക് കുറച്ച് മുതൽ മുടക്കാൻ സാധിക്കുകയാണെങ്കിൽ വളരെ സ്വതന്ത്രമായിട്ടുള്ള ഒരു ഡിജിറ്റൽ സിനിമ വിപണി മലയാള സിനിമയ്ക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇത് സാങ്കേതിക പ്രവർത്തകരെന്ന നിലയിൽ ഞങ്ങൾ അവരോട് നടത്തുന്ന അഭ്യർത്ഥനയാണ്. ഇത്തരത്തിലുള്ള ചില ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണത്തിനോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ 2017 മലയാള സിനിമയ്ക്ക് ഏറ്റവും ശുഭകരമായിട്ടുള്ള ഒരു വർഷമായിരിക്കും. അപ്പോൾ ഇപ്പോഴുള്ള ഈ തർക്ക വിതർക്കങ്ങൾ എന്നുള്ളത് എനിക്ക് തോന്നുന്നു ആശയങ്ങളുടെ സംഘർഷം എന്നതിൽ നിന്ന് മാറി വ്യക്തികളുടെയും ഈഗോകളും തമ്മിലുള്ള ഒരു കലഹം എന്നുള്ള നിലയിലേക്ക് ഇത് മാറ്റപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്ന് തീർച്ചയായിട്ടും മാറിയിട്ട് വളരെ യുക്തിസഹമായി ഈ അവസ്ഥയെ സമീപിക്കുകയും ഇതിനൊരു പരിഹാരം കാണുകയും ആണ് വേണ്ടത്. ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഫെഫ്കയിലെ സംഘടനാ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ജനറൽ സെക്രട്ടറിയായി ഉണ്ണികൃഷ്ണനെയും പ്രസിഡന്റായി സിബി മലയനെയും തെരഞ്ഞെടുത്തിരിക്കുന്നു. നിലവിലെ സിനിമാ സമരത്തിൽ ഫെഫ്ക പരസ്യമായ അഭിപ്രായം പറയാതിരുന്നത് മനഃപൂർവ്വമാണ്. ഫെഫ്കയുടെ അഭിപ്രായം സിനിമാ സംഘടനകളെയും സമരം നടത്തുന്ന സംഘടനകളെയും ഒപ്പം തന്നെ സർക്കാരിനെയും അറിയിച്ചിട്ടുണ്ട്. ഈ സംഘടനകളെല്ലാം സഹോദര സംഘടനകളാണ്. അതുകൊണ്ട് തന്നെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച നടത്തി പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അവസാനമായി ഫെഫ്കയുടെ കൂറ് അത് നിർമ്മാതാക്കളോട് ആണ്. കാരണം ഫെഫ്കയിലെ അംഗങ്ങൾക്ക് വേതനം നൽകുന്നത്, ശമ്പളം നൽകുന്നത് നിർമ്മാതാക്കളാണ്. അതുകൊണ്ട് തന്നെ നിർമ്മാതാക്കൾ ഉണ്ടെങ്കിലേ സിനിമയുള്ളൂ. അത്തരത്തിൽ എല്ലാ സംഘടനകളും പരസ്പരം ചർച്ചകൾ നടത്തി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ വെറും ആശയപരം മാത്രമാണ്. സർക്കാർ പറഞ്ഞ രീതിയിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വയ്ക്കുകയാണെങ്കിൽ നല്ല കാര്യമായിരിക്കും. അവർ ക്ലാസിഫിക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. അതിനുശേഷം മറ്റു കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യാം. ഈ സമരം ഒഴിവാക്കണം എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്.